ആങ്സൈറ്റി എന്ന സംഭവം അതൊരു വികാരമാണല്ലേ. എല്ലാ മനുഷ്യരിലും അതുണ്ടാവാറുണ്ട്. നമ്മളെ ജീവൻ അപകടത്തിലാവുകയോ അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും സാഹചര്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സിൽ അനുഭവപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യന് അനുഭവപ്പെടുന്ന ഒരു വികാരമാണ് ഉത്കണ്ഠ. പക്ഷെ ഇതൊന്നും അല്ലാത്ത സാഹചര്യത്തിലും നമ്മൾക്ക് ഭയവും ആശങ്കയും പേടിയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മളുടെ ഓവർ തിങ്കിങ് അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ദുരിതങ്ങളെ കഷ്ടപ്പാടുകളെ കുറിച്ചൊക്കെ ഓർത്തുള്ള അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് നമുക്കത് ആ ഒരു ഫീലിങ്സിലേക്ക് നമ്മൾ എത്തുന്നത്. ശരിക്കും ചില മനുഷ്യന്മാർ അതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് അതിനെ ചിരിച്ച് നല്ല മനോഹരമായി നടന്നിട്ടൊക്കെ അതിനെ ഓവർകം ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുകയാണ് വേണ്ടത്. നമ്മളുടെ ചിന്തകൾ നമ്മളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഓർത്തിട്ടാണ് നമ്മൾ അധികവും ആകുലപ്പെടാറ് അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ അതായത് ഭൂമിയിൽ ജനിച്ചുള്ള എല്ലാ മനുഷ്യർക്കും കഷ്ടപ്പാടുകളുണ്ട്. അത് പണക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരുപാട് കഴിവുകളുള്ള ഒരാളായിക്കോട്ടെ അതല്ലെങ്കിൽ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾ ആയിക്കോട്ടെ, ഏതൊരു വ്യക്തി എടുത്തു കഴിഞ്ഞാലും അയാൾക്ക് അയാളുടേതായ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അയാളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിനെതിരെ മനസ്സിനെ നമ്മളെന്താ ദേഷ്യപ്പെടും. നമ്മുടെ മനസ്സിൽ നമുക്ക് അങ്ങനെയുള്ള ചിന്തകൾ അല്ലെങ്കിൽ ദുരിതമാണ് കഷ്ടപ്പാട് എന്നുള്ള ചിന്തകളാണ് നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തുന്നത്. നമ്മൾക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ആ മാനസിക ചിന്തയ്ക്കെതിരെ, അതായത് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ ദേഷ്യപ്പെടുകയാണ്. നമുക്ക് ദേഷ്യം കൂടുക, നമ്മൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുക, നമ്മുടെ മനസ്സിൻ്റെ ഒരു സമാധാനം നഷ്ടപ്പെടുന്നൊരവസ്ഥ, അതാണ് ഉത്കണ്ഠയിലേക്ക് പോകുന്നത്. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ട് നമ്മളെ ഫൈറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു ചിന്തകൾ കൂടുക എന്നല്ലാണ്ട് നമ്മളുടെ പ്രശ്നങ്ങളൊന്നും അവിടെ സോൾവ് ആവുന്നില്ല. ഈ സ്വയം ഫൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ ദേഷ്യം കൂടുതൽ കാണിച്ച് നമ്മുടെ മനസ്സിൻ്റെ സമാധാനം കളയുക എന്നല്ലാതെ ഈ നമ്മളുടെ പ്രശ്നങ്ങളൊന്നും അവിടെ പോകുന്നില്ല. അതായത് അതൊന്നും അവിടെ നമ്മൾക്ക് വരുന്ന പ്രശ്നങ്ങൾ അത് ആ വരുന്ന രീതിയിൽ പോകും, പക്ഷെ നമ്മുടെ ചിന്തകൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. അപ്പം നമ്മൾ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ ആകാശം അല്ലേ, തെളിഞ്ഞ ആകാശം, നീല നിറത്തിലുള്ള ആകാശം, അത് നമ്മളുടെ മനസ്സാണെന്ന് നമ്മളങ്ങ് സങ്കല്പിക്കുക. ഈ ആകാശം എപ്പോഴും തെളിഞ്ഞിട്ടല്ല അല്ലല്ലോ ഉണ്ടാവാറ്. ചിലപ്പോൾ കാർമേഘം വരാറുണ്ട്. ഈ കാർമേഘത്തിന് നമ്മളുടെ ചിന്തയായിട്ട് എടുക്കുക. ഈ കാർമേഘം എപ്പോഴും ഒരുപോലത്തെ കാർമേഘമാണോ ഉണ്ടാവാറ്? ഒരിക്കലും അല്ല അല്ലേ. നല്ല മഴക്കാറൊക്കെ ഉള്ളെങ്കിൽ കാർമേഘങ്ങൾക്ക് തന്നെ പല പേരുകളൊക്കെ ഉണ്ട്. ഇപ്പം അതൊന്നുമല്ല ഞാൻ പറയുന്നത്. ചില സമയങ്ങളിൽ നല്ല ഇരുണ്ട കാർമേഘങ്ങളാവും അല്ലേ, ഇരുണ്ട് കെട്ടിക്കൊണ്ട്. അപ്പോൾ നമുക്കൊരു ദുഃഖത്തിൻ്റെ ഒരു പ്രതീതി വരുന്ന സമയം അതും നമ്മുടെ ചിന്തയായി കണക്കാക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത ചില സമയങ്ങളിൽ ഇരുണ്ടതാകുമ്പോൾ നമ്മൾക്ക് ദുഃഖപൂർണമായ ചിന്ത. ചില സമയങ്ങളിൽ കാർമേഘം എങ്ങനെയാണ് നല്ല തെളിഞ്ഞ്, നല്ല വെയിലുള്ള സമയത്ത് കാർമേഘത്തിന് കണ്ടില്ലേ നല്ല വെള്ള പഞ്ഞിക്കെട്ട് പോലെയൊക്കെ നല്ല തെളിഞ്ഞ് നിൽക്കും. അത് നല്ല സന്തോഷം ഉള്ള ഒരു ഫീലിങ്സ് അല്ലേ. അതുപോലത്തെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ചില സമയത്ത് കാർമേഘം പല പല ഷേപ്പുകളിൽ അല്ലെങ്കിൽ പല രീതിയിലായിരിക്കും. എല്ലാ സമയത്തും എല്ലാ മേഘങ്ങളൊന്നും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. എന്ന് വെച്ചിട്ട് നമ്മുടെ ആകാശം എന്ന് പറയുന്ന സംഭവത്തിന് യാതൊരു മാറ്റവുമില്ല. ഈ മേഘങ്ങളാണ് വരുന്നു പോകുന്നു, അത് ഇങ്ങനെ സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്നൊന്നുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ചിന്തകളും. നമ്മളുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുന്നു. ആ ചിന്തകൾ ചിലത് നല്ല ചിന്തകളാവും, അത് നമുക്ക് നല്ല സന്തോഷവും നമ്മൾ നല്ല പ്രസരിപ്പുള്ളവരാവും. ചില ചിന്തകൾ ഇരുണ്ട മഴക്കാറ് മൂടിയ പോലത്തെ ചിന്തകളായിരിക്കും. അത് നമ്മളുടെ മനസ്സിനെ നമുക്ക് ദുഃഖം തരുന്നതായിരിക്കും. ചില ചിന്തകൾ പല ഷേപ്പിൽ നല്ല ആകൃതികളൊക്കെ വ്യത്യാസപ്പെട്ട് പല പല ചിന്തകൾ അല്ലേ, വൈവിധ്യമാർന്ന മേഘങ്ങളുടെ ഇതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളും വൈവിധ്യമാർന്ന ചിന്തകളായിട്ടൊക്കെ വരുന്നു. പക്ഷെ ആകാശം എന്ന് പറയുന്നത് അവിടെ മാറുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന സംഭവത്തിന് ഒരു മാറ്റം വരുത്താതെ ഈ ചിന്തകളൊക്കെ നമുക്കൊരു ഔട്ട്സൈഡ് ഒബ്ജക്റ്റായിട്ട് കണക്കാക്കുക. അത് വരും പോവും, അതൊരിക്കലും സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല. ഒരേ ചിന്തകളല്ലല്ലോ നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാകുന്നത്. നമുക്ക് ഒരു ദിവസം തന്നെ നമ്മുടെ മനസ്സിൽ എത്ര അധികം ചിന്തകൾ വരുന്നത്. എല്ലാം നെഗറ്റീവ് ചിന്തകളൊന്നും അല്ലല്ലോ, കുറേ പോസിറ്റീവ് ചിന്തകളായിരിക്കും, കുറേ നെഗറ്റീവ് ഉണ്ടാകും, കുറേ സന്തോഷം, പല ചിന്തകളില്ലേ, പല പല വികാരങ്ങൾ ഉണ്ടാക്കുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. എന്ന് വെച്ചിട്ട് മനസ്സിന് വല്ല മാറ്റമൊന്നുമില്ല, നമ്മുടെ ചിന്തകളാണ് വരുന്നുള്ളൂ. അപ്പം നമ്മൾ ആ ചിന്തകൾ വെച്ചിട്ട് നമ്മുടെ മനസ്സിനെ എന്താ പറയുക
പ്രഷർ ചെയ്യാതിരിക്കുക. നമ്മുടെ ചിന്തേനെയും മനസ്സിനെയും സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിർത്തുക. ഇപ്പം ആകാശം കാർമേഘം രണ്ടും രണ്ട് തന്നെയല്ലേ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും ഈ ചിന്തയും രണ്ടും രണ്ടായിട്ട് തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ചിന്തകൾ വരും പോകും. അത് വെച്ചിട്ട് നമ്മളെ മനസ്സിനെ വിഷമിപ്പിക്കരുത്. മനസ്സ് നമ്മളുടെ കൺട്രോളിലായിരിക്കണം. അത് ചിന്തകളെ നമുക്ക് അനലൈസ് ചെയ്യാൻ കഴിയണം. എന്തിനാണ് ഈ ചിന്തിക്കുന്നത് എന്നുള്ളത്. നമ്മൾ ചിന്തിച്ചതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നുണ്ടെങ്കിലല്ലേ നമ്മൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഭയപ്പെട്ടുകൊണ്ടോ അതിനെ ഓർത്ത് ആശങ്കപ്പെട്ടുകൊണ്ടോ ഒക്കെ കാര്യമുള്ളൂ. അതല്ലാതെ നമ്മൾ ഇതിനെ തന്നെ കൂടുതൽ ചിന്തിക്കുക, കൂടുതൽ പേടിക്കുക, കൂടുതൽ അതിനോട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ കാര്യം? അത് കൂടുതൽ നമ്മുടെ മനസ്സിൻ്റെ സമാധാനം കെടുത്തുള്ളൂ. പിന്നെ കുറേ കാര്യങ്ങൾ എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ടാണ് ആശങ്കപ്പെടുന്നത്, ഇല്ലേ? നമ്മൾ ഇന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ മൊമെൻറ്റിലുള്ള സന്തോഷത്തെ നമ്മൾ ആസ്വദിക്കുന്നില്ല. നമ്മൾ നാളെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇനി ഭാവിയിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് ഇന്ന് ചിന്തിച്ച് കൂട്ടിയിട്ട് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്നത്. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടുന്നു, നമ്മൾ പേടിക്കുന്നു, ഭാവിയെക്കുറിച്ച് പേടിക്കുന്നു. എന്നിട്ട് ഇപ്പോഴത്തെ പ്രസൻറ്റ് മൊമെൻറ്റിലെ സന്തോഷത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഭാവിയിൽ നമുക്കുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പം നമ്മൾ ഇന്നത്തെ മൊമെൻറ്റിനെ നമ്മൾ സന്തോഷമായിട്ട് ആ സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്താതെ അതിനെ ആസ്വദിക്കുക. നമ്മളുടെ ചിന്തകളെ നമ്മൾക്ക് ഒരു ഭാഗത്ത് നിർത്താൻ കഴിയണം. അതിന് വേണ്ടി നമ്മൾ ശീലിക്കുക. എല്ലാവർക്കും എപ്പോഴും അങ്ങനെ പറയുന്നത് പോലെ അത് നടന്നോളണമെന്നൊന്നുമില്ല, എങ്കിലും നമുക്കത് ശ്രമിക്കാം. എല്ലാവർക്കും അത് ശ്രമിക്കുക. നമ്മളതിനെ തിരിച്ചറിഞ്ഞാൽ മതി. ഈ ചിന്തകളല്ല നമ്മളുടെ ലൈഫ്. അതായത് നമ്മളുടെ മനസ്സിനെ വേദനിപ്പിക്കേണ്ടത് പുറത്തുനിന്നുള്ള വേറൊരാൾക്കല്ല, നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ചിന്തകളെ മാറ്റി നിർത്തുക. അത് ആവശ്യമുള്ള ചിന്തകളാണെങ്കിൽ ഓക്കെ, നമുക്ക് സന്തോഷം തരുന്നതാണെങ്കിൽ ഓക്കെ, ചിന്തിച്ച് സന്തോഷിക്കാം. ദുഃഖമുള്ളതിനാണെങ്കിൽ നമ്മൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല, പരിഹാരം ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളതിനെ മാറ്റി വെക്കുക. അതിനെ ഓർത്തിട്ട് കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട്, വരാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നവരുണ്ട്. എന്നിട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസൻറ്റിനെ ആ സമാധാനം നഷ്ടപ്പെടുത്തി ആശങ്കപ്പെട്ട് ദുഃഖിച്ച് ആൻസൈറ്റിയാണ്, ഡിപ്രഷനാണ്, അങ്ങനെ എല്ലാ മാനസികാവസ്ഥകളും വരുന്നത്. മനസ്സിന് ശരിക്കും പറഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. എല്ലാ മനുഷ്യന്മാർക്കും ഒരേ മനസ്സ് തന്നെയാണുള്ളത്. നമ്മളുടെ ചിന്തകളാണ് ഓരോ മനുഷ്യൻ്റെയും മനസ്സിനെ മാറ്റുന്നത്. ആ മനസ്സിൻ്റെ ബലം കൂട്ടുന്നതും കുറയ്ക്കുന്നതും എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ ഫേസ് ചെയ്യണം, എങ്ങനെ നേരിടണം എന്നുള്ളതൊക്കെ നമ്മളാണ് ചിന്തിക്കുന്നത്. നമ്മൾക്ക് അതിനെ അനലൈസ് ചെയ്ത് നമ്മളുടെ കൺട്രോൾ നിർത്താൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ ഈ വക ഉത്കണ്ഠയും സ്ട്രെസ്സും ഒന്നും ഉണ്ടാവില്ല, ടെൻഷനും. മനുഷ്യനാണ് എല്ലാതും ഉണ്ടാവും, പക്ഷെ അതിനൊക്കെ ഹാൻഡിൽ ചെയ്യുക. നമ്മൾ അതായത് ഒരു ബൗണ്ടറി ഉണ്ടാക്കിയിട്ട്, ഒരു അതിരൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ വേറെ ഒന്നിനെ കൊണ്ടും തകർക്കാൻ അനുവദിക്കരുത്. എന്നിട്ട് നാളെയെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെ ഇന്നത്തെ സന്തോഷങ്ങളിൽ ഇന്നത്തെ ദിവസം കാണുന്ന സന്തോഷം എന്ത് ചെറിയതായിക്കോട്ടെ ആ സന്തോഷം നമ്മൾ അനുഭവിക്കുക. മനസ്സിന് പരമാവധി സന്തോഷം കൊടുക്കുക. നമ്മളെ മനസ്സിന് നമ്മൾ തന്നെ സന്തോഷം കൊടുക്കുക. ഓക്കെ.